ഹലോ അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാനിത് കഴിച്ചത് ഈ ബഹ്റൈനിൽ വന്നപ്പോൾ കേട്ടോ. പക്ഷേ കുനാഫ ട്രെൻഡിങ് ആയ സമയത്ത് ഇത് കഴിക്കാൻ കുറേ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കഴിക്കാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട, ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നോർമലി നമ്മൾ കുനാഫ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുനാഫ ഡോ വെച്ചിട്ടാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഡോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ വെർമിസെല്ലി കൊണ്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ആദ്യം കുറച്ച് ബട്ടർ ഒഴിച്ച് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് ബട്ടർ ഒഴിച്ചു. എന്നിട്ട് ഇത് മുഴുവനായിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. വെർമിസെല്ലിയും ബട്ടറും കൂടി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി ശേഷം നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ പോകുന്ന പാനിലേക്ക്, അതായത് ഞാനിവിടെ പാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. സോ പാനിലേക്കൊന്ന് ബട്ടർ സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ മിക്സ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളിത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിവിടെ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മിക്സ് എടുത്തിട്ട് അത് സൈഡിലേക്ക് നല്ലോണം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്ത് ശേഷം അതിൻ്റെ നടുവൊന്ന് ഫിൽ ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മൊസറല്ല ചീസാണ് ഞാൻ യൂസ് ചെയ്തത്, അത് മുഴുവനായിട്ട് ഇട്ടുകൊടുത്ത്. ചീസ് ഇടുന്ന സമയത്തും അതിൻ്റെ സെൻറ്റർ പോർഷനിൽ മാത്രം ചീസ് ഇട്ടാൽ മതി. അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കുറച്ച് ഗ്യാപ്പ് വെക്കണം. നമ്മൾ ചീസ് ഇട്ടതിന് ശേഷവും കുറച്ച് ഗ്യാപ്പ് വെക്കണം. ശേഷം നമ്മൾ ചീസിൻ്റെ മേലെ കൂടി കുറച്ചുകൂടി നമ്മൾ മിക്സില്ലേ അത് നല്ലോണം ഒന്ന് ഫിൽ ചെയ്തെടുക്കുക. അതായത് നമ്മളെ ചീസ് ഒന്ന് കവർ ചെയ്യുന്ന രൂപത്തിൽ വേണം നമുക്കിത് ഫിൽ ചെയ്തെടുക്കാൻ വേണ്ടി. ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വെക്കണമെന്ന്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് നമുക്ക് ചീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കാൻ വരുന്നത്. കാരണം അതൊരു ബോക്സ് പോലെ ആക്കിയെടുക്കണം നമുക്കിത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പോലെ ഇത് നല്ലോണം ഒന്ന് റൗണ്ട് ഷേപ്പിൽ നല്ല രീതിയിൽ ബോക്സ് പോലെ നമ്മളെ ചീസ് ഒട്ടും കാണാത്ത രീതിയിൽ വേണം നമുക്കിത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഞാനിവിടെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു മൂടി കൊണ്ട് മൂടാം. പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഏറ്റവും ലോയിൽ വേണം നമുക്കിത് വെക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം വെച്ച പാനിൽ നിന്ന് അത് നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റണം. ഇതിൻ്റെ രണ്ട് വശം ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആദ്യം വെച്ച പാനിൽ ഒരു 15 മിനിറ്റും ശേഷം വെച്ച പാനിലേക്ക് ഒരു 5 മിനിറ്റും നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. രണ്ടാമത് വെച്ച പാനിൽ നിന്ന് നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മളെ കുനാഫ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര എടുത്ത അതേ അളവിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ചൊന്ന് അലിഞ്ഞ് സെറ്റായി വന്നാൽ നമുക്കതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യണം. ഞാനിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മളെ പരിപാടി മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിന് കുറച്ച് അലങ്കാര പണി കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പെർഫെക്റ്റ് ഹോം മെയ്ഡ് കുനാഫ ഇവിടെ റെഡിയായി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യോ ഇല്ലയെന്ന് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങളുടെ കയ്യിൽ എന്താ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളെ കുനാഫ ഇവിടെ റെഡിയായി. ഇനി ഒരു മന്തിയും അതിൻ്റെ കൂടെ നമ്മൾ ഈ കുനാഫയും കൂടി ഉണ്ടെങ്കിൽ സംഗതി കെങ്കേമോ. അപ്പോൾ കഴിക്കുമ്പോൾ ആ സിറപ്പ് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ മാസലാമ്മ. ബൈ ബൈ ഫ്രം കോയസ് റെസിപ്പി.